നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതിസന്ധി അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പരിഹാരമില്ലാതെ തുടരുകയാണ്. പരിശുദ്ധ കുർബാനയുടെ പേരിൽ തെരുവിൽ സംഘർഷങ്ങൾ നടമാടുന്ന വേദനാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം പരിഹാരമില്ലാതെ ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടു പോകുന്നത്? ഒപ്പം തന്നെ ഈ ഒരു പ്രതിസന്ധി, ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന സംഘർഷങ്ങൾ, അത് സഭയിൽ വിശ്വാസി സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വേദന, ആശങ്ക എത്രത്തോളമുണ്ട്? ഈ വിഷയങ്ങളിൽ വളച്ചു കെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലാണ്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, അങ്ങേ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, നമുക്കറിയാം സിറോ മലബാർ സഭ അത് വളരെയധികം പ്രൗഢഗംഭീരമായിട്ടുള്ള പാരമ്പര്യമുള്ള സഭയാണ്. സഭയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അനവധി പ്രതിസന്ധികൾ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുവാൻ സഭയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഈ സമകാലിക ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രതിസന്ധി, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന ആ ഒരു വിഷയം ഒരു കീറാമുട്ടിയായി ഇന്നും തുടരുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവരുടെയും ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളുടെയും മറ്റ് മതവിശ്വാസികളുടെയും ദൈവവിശ്വാസികളുടെയും എല്ലാം മനസ്സിലെ ഒരു പരിധിവരെയുള്ള ഒരു ദുഃഖമാണിത്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ കീറാമട്ടിയായി തീരുന്നത്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ പൗരസ്ത്യ സഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സഭയാണ് സിറോ മലബാർ സഭ, നമുക്കറിയാവുന്നത് പോലെ. പക്ഷെ അതിന്റെ ഒരു കുർബാന തർക്കം എന്ന പേരില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സഭയെയും വിശ്വാസത്തെയും പൗരോഹിത്യത്തെയും ഒക്കെ അപമാനിക്കുന്ന വിധത്തിൽ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിശുദ്ധ കുർബാനയെ, നമ്മുടെ ഏറ്റവും വലിയ ആരാധനയും പ്രാർത്ഥനയും ഏറ്റവും വലിയ അത്ഭുതവുമായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന വിധത്തില്, സമൂഹത്തിലേക്ക് ഇകഴ്ത്തി കാണിക്കുന്ന വിധത്തില് പ്രദർശിപ്പിക്കുന്ന പുരോഹിതരും അവരുടെ കൂടെ നിന്ന് താളം തുള്ളുന്ന ഒരു വിഭാഗം ആളുകളും ഈ പറയുന്ന പൗരസ്ത്യ സഭയിലെ 35 രൂപതകളിലും മുലപ്പാർക്കേറ്റിലും 34 രൂപതകൾ നടപ്പിലാക്കി കഴിഞ്ഞ ഈ പറയുന്ന ഔദ്യോഗിക കുർബാന നടപ്പിലാക്കാൻ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹം. അത് ഈ 35ാമത്തെ രൂപത അല്ലെങ്കിൽ സിറോ മലബാർ സഭയിലെ അങ്കമാലി എറണാകുളം രൂപത, അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. സഭയിലെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ പൊതുവായ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. മറിച്ച് ഒരു രൂപതയിലെ ഒരു വിഭാഗം ആളുകൾ, ഒരു ചെറിയ വിഭാഗം ആളുകൾ തന്നെ പറയേണ്ടി വരും, ഒരു വിഭാഗം വൈദികര്, അവർ നടത്തുന്ന ഈ പരമാധികാരിയായ മാർപ്പാപ്പയ്ക്കും സിനഡിന്റെ തീരുമാനങ്ങൾക്കും സഭയ്ക്കും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നത് 2 കാരണങ്ങള്. ഒന്ന്, ഈ പുരോഹിതന്മാര് അവർ എന്ത് ഓർത്തെടുത്തുകൊണ്ടാണോ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചത് അതിന് പുല്ലുവില കൊടുക്കുന്ന സാഹചര്യം. രണ്ടാമത്തെ, അനുസരണം എന്ന പുണ്യം അവർ പാലിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞ. ഗ്രാഹ്യവും അഗ്രാഹ്യവുമായ എല്ലാ കാര്യങ്ങളും മാർപ്പാപ്പയുടെ തെറ്റാവരത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളാമെന്നുള്ള അവരുടെ വാഗ്ദാനങ്ങൾ, ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളായി അത് മാറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതൊരു കീറാമുട്ടിയാച്ചാനുള്ള കാരണവും ഈ പറയുന്ന മാർപ്പാപ്പയെ അനുസരിക്കാനോ അല്ലെങ്കിൽ സഭയുടെ പ്രബോധനാധികാരമുള്ള സിനഡിനെയും സിനഡിന്റെ തീരുമാനങ്ങളെയും അംഗീകരിക്കാനോ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് എന്നിപ്പോൾ പറയേണ്ടി വരും. എന്തു തന്നെ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടെങ്കിലും ആ കാരണങ്ങളെല്ലാം കഴിഞ്ഞ് 26 വർഷമായി ചർച്ച ചെയ്ത്, പലപ്പോഴായി പല വേദികളിൽ ചർച്ച ചെയ്ത് അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി സിനഡ് കൊടുത്ത നിർദ്ദേശങ്ങൾ മാർപ്പാപ്പ അംഗീകരിച്ച് മാർപ്പാപ്പ തന്നെ 2 സർക്കുലർ പുറപ്പെടുവിച്ചു. സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക കുർബാന ക്രമം ഇതായിരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട്, ഔദ്യോഗിക കുർബാന ഇതാണെന്ന് അംഗീകരിച്ചുകൊണ്ടും ആ സർക്കുലറുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെതിരെ ദുഷ്പ്രചരണം അഴിച്ചുവിട്ടപ്പോ
അസാധാരണമായ വിധത്തിൽ മാർപ്പാപ്പ തന്നെ നേരിട്ട് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അത് വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഇത് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാനക്രമമാണ്. ഈ കുർബാനക്രമത്തെയാണ് എല്ലാ രൂപതകളും അംഗീകരിക്കേണ്ടത്, എല്ലാ പുരോഹിതരും അംഗീകരിച്ച് നടപ്പിൽ വരുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചു പോകുമ്പം നല്ലത് ചീത്തയായാൽ അത് വല്ലാത്ത അപകടമാണ്. ആ ഒരു അപകടാവസ്ഥയാണ് നമ്മൾ ഇന്ന് സിറോ മലബാർ സഭയിലെ ഒരു ചെറിയ വിഭാഗം പുരോഹിതർ, അതും എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രമുള്ള ഒരു ചെറിയ വിഭാഗം പുരോഹിതരും അവരെ പിന്താങ്ങുന്ന സഭാസ്നേഹികളെന്ന് വിശ്വസിക്കുന്ന സഭാവിരോധികളായിട്ടുള്ള കുറച്ചു പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്രശ്നത്തെ പിറാമിറ്റായി എപ്പോഴും നിർത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ആ രൂപതയിൽ തന്നെയുള്ള അനേകം ദൈവജനം, വിശ്വാസികള്, വളരെയധികം വൈദികര് ഇതിൽ വിഷമിക്കുന്നവരാണ്, ദുഃഖിക്കുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടിവരയിടുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ശോച്യാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുക ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ച ആ ഒരു പോയിന്റ്, ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ്, ഈ പരിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് സഭ ഔദ്യോഗികമായി ഒരു തീരുമാനമെടുക്കുന്നു. നമുക്കറിയാം, മാർപ്പാപ്പ ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഒരു അതിരൂപതയെ ഇത്തരത്തിൽ ഒരു അഭിസംബോധന ചെയ്യുന്നത്. അനുസരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഏകീകൃത പരിശുദ്ധ കുർബാനയുടെ അർപ്പണം നടപ്പിലാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശം. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നു. തുടർന്ന് ഇങ്ങോട്ട് നടക്കുന്ന സംഘർഷങ്ങൾ, പ്രതിവാദങ്ങൾ, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അത് ആഗോള സഭയിലെ വിശ്വാസി സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ച ആ ഒരു വേദന, ആ ഒരു ആശങ്ക, അത് വളരെയധികം ഒരു ഗൗരവമായി നാം കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിൽ ഈ നടക്കുന്ന സംഘർഷങ്ങൾ, ഈ പരിശുദ്ധ കുർബാനയുടെ പേരിൽ നടക്കുന്ന, തെരുവിൽ നടക്കുന്ന സംഘർഷങ്ങൾ വളരെയധികം ഒരു ഉതപ്പിന് അത് കാരണമാകുന്നുണ്ട്. ഈ പരസ്പരം ചെളി വാരിയെറിയുന്ന ഒരു അവസ്ഥ, പരസ്പരമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്പരമുള്ള ഒരു പോർവിളികൾ, അതൊക്കെ വളരെയധികം ഒരു ഉതപ്പിന് കാരണമാകുന്നുണ്ട്. അത് സഭയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് വിശ്വാസ സമൂഹത്തില് ഒരുപക്ഷെ ആഴമായ വിശ്വാസവും ബോധ്യങ്ങളും വളർന്നു വരാത്ത ആളുകളില് വളരെയധികം ഉതപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രതിലോമ ശക്തികളുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ പരസ്പരം ചെളിവാരി എറിയൽ എന്ന് ജോർജി പറഞ്ഞതിന് ഞാൻ ഒരു ചെറിയ കറക്ഷൻ വരുത്തുകയാണ്. ഒരു വിഭാഗമാണ് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സഭയുടെ മുഖത്തേക്ക്. സഭയുടെ കാരുണ്യവും നീതിയും അനുസരിച്ച് അതിന് ഏത് വിധത്തിൽ പരിഹരിക്കാമെന്ന് നോക്കിയാണ്. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണെങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് അത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവരെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഈ സഭാ സംവിധാനമാണിത്. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തുനാഥന്റെ ചൈതന്യം ഉൾക്കൊള്ളുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് പല പ്രാവശ്യം ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഒരു രീതിയാണ് ഈ സഭയിൽ അടുത്ത കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. മാർപ്പാപ്പ പറഞ്ഞിട്ടും സിനഡ് അംഗീകരിച്ചിട്ടും അതിനൊക്കെ ധിക്കരിച്ചു പോകുമ്പോഴും അവരെ തള്ളിക്കളയല്ല. ധൂർത്തപുത്രൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന പിതാവിനെ പോലെ കാത്തിരിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. അത് അപജയമായിട്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ സഭയിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? പക്ഷെ സഭയുടെ മുഖം കരുണയുടെ മുഖമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്നാൽ ശിക്ഷണ നടപടികൾ ആവശ്യവുമാണ്. ശിക്ഷണ നടപടികളിലൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഒരുപാട് പേർ പുതുപ്പുണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായി തീർന്നതെന്നുള്ളത് സംശയമില്ല. ഒരുപക്ഷെ ആരംഭത്തിൽ തന്നെ ഒരു ശിക്ഷാ നടപടിയിലേക്ക് കടന്ന് പോകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലെ ഇത് പോകുമോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഇത് വഷളാകുമായിരുന്നു എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. സഭയുടെ നീതി, സഭയുടെ കാരുണ്യം, സഭയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഭരണക്രമത്തിലോ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ വിശ്വാസ സമൂഹത്തിന് ഒരു വേദനയാണ്. നല്ലൊരു ശതമാനം യുവാക്കൾക്ക് പോലും, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് പോലും ദേവാലയത്തിലേക്ക് പോകാൻ പോലും മടി തോന്നുന്ന വിധത്തിൽ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളെ വഷളാക്കിക്കൊണ്ട് പോകുമ്പോൾ അത് സഭയിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അകറ്റുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹവും വിശ്വാസവും, ക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മഹത്വവും മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആഴമായിട്ട് അതിൽ പിടിച്ചു നിൽക്കുവാൻ പലപ്പോഴും കഴിയുള്ളൂ. അല്ലാത്തവരെ ഈ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് അവരെ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത്തരത്തിലുള്ള ഉതപ്പുകളെ നമുക്ക് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ മനോവിഷമത്തെ പരിഹരിച്ച് ഈ വിശ്വാസ സമൂഹത്തിന്റെ ഈ വേദനയെ സഭ ഏറ്റെടുത്തുകൊണ്ട്
അവരെ തിരിച്ചു നടത്തുവാൻ അല്ലെങ്കിൽ അവരെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ആവശ്യമായ ക്രമീകരണം അടിയന്തരമായി ചെയ്യുവാൻ ഈ സമൂഹം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാൻ. ഓക്കെ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രതിസന്ധി അതിന്റെ ഒരു ക്ലൈമാക്സ് ലെവലിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച സെനഡ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിൽ നടന്ന സംഘർഷങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ ഇത്തരത്തിൽ മൂർച്ഛിക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആരാണ് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നം സഭയിൽ വാസ്തവത്തിൽ സാധ്യമാകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഈ സഭയില് 99 മുതൽ 2025 ഇന്ന് വരെയുള്ള 26 കൊല്ലങ്ങളിൽ പല പ്രാവശ്യം ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പരിശ്രമിച്ച് അവസാനം സിനഡ് ഒരു തീരുമാനമെടുത്ത് സിനഡ് എടുത്ത തീരുമാനത്തെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരത്തിനായി സമർപ്പിച്ച് മാർപ്പാപ്പ അത് ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഇനി കേവലം സിനഡിന് പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ തിരുത്തുക പ്രയാസകരമായിരിക്കണം എനിക്ക് തോന്നുന്നത്. എന്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. സഭയുടെ ഔദ്യോഗിക കുർബാന ക്രമത്തെ അംഗീകരിക്കുവാൻ ഇത്തരം ആളുകൾ തയ്യാറാകുക എന്നുള്ളതാണ് അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ഈ ഔദ്യോഗിക കുർബാന ക്രമം സഭയുടെ മാർപ്പാപ്പയെ അംഗീകരിക്കുക, അല്ലെങ്കിൽ സിനഡിന്റെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളെ അംഗീകരിക്കുക, ഇതിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അന്തിമ വാക്ക് മാർപ്പാപ്പയുടേതാണെന്നും മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സമൂഹം അത് അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സഭയുടെ സെറ്റപ്പ് തന്നെ ആ തരത്തിൽ ദുർബലപ്പെടുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ കരുണയോടെ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയും വേണം. പക്ഷെ അത് എപ്പോഴും ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ യൂദാസിനെ കർത്താവ് കൊണ്ടുനടന്നില്ലേ? 3 വർഷക്കാലം കൊണ്ടുനടന്നില്ലേ? പല പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ, നീ എന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന്. സ്വാഭാവികമായിട്ടും ക്രിസ്തുവിന് അറിയാമായിരുന്നല്ലോ ആരാ ഒറ്റുകൊടുക്കുകയെന്ന്. പക്ഷെ ക്രിസ്തു തള്ളിക്കളഞ്ഞില്ല, അവസാന നിമിഷം വരെ തള്ളിക്കളഞ്ഞില്ല. അതുപോലെ തള്ളിക്കളയാത്ത ഒരു മനോഭാവം സഭയ്ക്കുള്ളത് കൊണ്ടാണ് ഇതൊരു ദൗർബല്യമായി കാണുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുർബാനയെ അപഹസിക്കുന്നത്, അപമാനിക്കുന്നത് എല്ലാവർക്കും നൊമ്പരമുള്ള കാര്യമാണ്. അത് വൈദികരുടെ മാത്രം പ്രശ്നമല്ല, മെത്രാന്മാരുടെ മാത്രം പ്രശ്നമല്ല. വിശ്വാസ സമൂഹം ഒന്നടങ്കം അതിൽ ആഴമായ ഹൃദയനൊമ്പരം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ എല്ലാവരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രതിസന്ധി മൂലം സീറോ മലബാർ സഭ പൊതുമധ്യത്തിൽ അവഹേളിക്കപ്പെടുന്നു. പലപ്പോഴും മാധ്യമങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സീറോ മലബാർ സഭ ഈക്വൽ ടു എറണാകുളം അങ്കമാലി അതിരൂപത, അല്ലെങ്കിൽ സഭയിൽ നടക്കുന്നത് ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് പല റിപ്പോർട്ടിങ്ങുകളൊക്കെ പോകുന്നത്. നമുക്കറിയാം, പല വിഷയങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള പല നന്മകളും പല രൂപതകളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കൊന്നും മാധ്യമങ്ങളുടെ കണ്ണുകൾ പോകുന്നില്ല. ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന്റെ തൽഫലമായി സീറോ മലബാർ സഭ പൊതുമധ്യത്തിൽ അവഹേളിക്കപ്പെടുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ കത്തിച്ച് നിർത്തുന്നതിന് പിന്നിൽ ഒരു ബാഹ്യ ശക്തികളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കോടാലിയുടെ കഥ പറഞ്ഞതുപോലെയാണത്. അത് വനത്തിനുള്ളിൽ നിൽക്കുന്ന വലിയ മരങ്ങളെ, ഉയരം കുറഞ്ഞ ചെറിയ മരങ്ങള് ഒരു വിവരം അറിയിച്ചു. ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, ഒരു കൂർത്ത കല്ലുണ്ട്, ആ കൂർത്ത കല്ലുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് പറഞ്ഞപ്പോ വൻമരങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, അവർക്ക് നമ്മളെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ നമ്മുടെ കുറച്ച് തൊലി ഒരുപക്ഷെ കേടുവരുത്തിയേക്കാം, അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ഒരു മഴുവിന്റെ ആ മഴു കൈ പിടിച്ചുകൊണ്ട് വരുന്നു, പിടിയില്ലാത്ത മഴു. അപ്പോഴും ഈ വൻവൃക്ഷങ്ങളോ ഈ ചെറിയ വൃക്ഷങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അവന് ആ മഴ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്പം ചതയ്ക്കാനോ ഇടിക്കാനോ ഒക്കെ കഴിയുമെന്ന്. അവസാനം ഈ ചെറുമരങ്ങൾ പറഞ്ഞു, ഇപ്പോൾ അയാൾ വരുന്നത്, അയാളുടെ തോളിൽ നമ്മൾ ഒരാളുണ്ട്, ആ മഴുവിന്റെ അഗ്രഭാഗത്ത് നമ്മളെ ഒരാളുണ്ട്, അത് തോളിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്, ഒരു മഴുവിന്റെ പിടിയോടുകൂടിയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ വൻമരങ്ങള് ഒന്നടങ്കം പറഞ്ഞു, നമ്മൾ ഒരാൾ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം,
അത് കൂടുതൽ അപകടകരമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത്. പുറമേ നിന്നുള്ള ഇടപെടലുകൾ ഒരു വശത്ത് നടക്കുന്നു, അതേ സമയത്ത് ഉള്ളിൽ നിന്നുള്ള ഇടപെടലുകൾ അതിന്റെ ഭാഗമായി അവരെ പ്രേരിപ്പിച്ചുകൊണ്ടോ അവർക്ക് സ്വാധീനം ഉണ്ടാകത്തക്ക വിധത്തിലോ വരുന്നു എന്നുള്ളത് നമുക്ക് അപകട സൂചന നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വഞ്ചി സ്ക്വയറിലെ സമരം നമുക്കറിയാം. വഞ്ചി സ്ക്വയറിലെ അന്ന് നടന്ന സമരത്തില് സ്കൂൾ കുട്ടികളെ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികളെ അവിടെ ഹാജരാക്കി സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്, മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെറിയ കുട്ടികളെ വരെ ആ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നു. സമരം എന്തിനായിരുന്നു? സമരത്തിൽ പങ്കെടുത്തവരായാലും നോക്കുമ്പോൾ നമുക്കറിയാം അതിലെ ബാഹ്യശക്തിയുടെ ഇടപെടൽ. അതുപോലെ തന്നെ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളില് ബാഹ്യശക്തികളുടെ ഇടപെടലിനെ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ആളുകള് ഒരു ക്രൈസ്തവിക വിശ്വാസത്തിന് ചേർന്ന വിധത്തിലോ ഈ ക്രൈസ്തവ ധർമ്മത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സനാതന വിശ്വാസ സത്യങ്ങൾക്കനുസരിച്ചോ അല്ല പെരുമാറുന്നത്. ഒരു മനസ്സാക്ഷിക്കുത്തമില്ലാതെ ഈ സഭയ്ക്കെതിരെ, ഈ സഭാ മാതാവിനെതിരെ, ഈശോയ്ക്കെതിരെ, ഈ വിശ്വാസ സംഹിതയ്ക്കെതിരെ പടപൊരുതുന്നു എന്ന് പറയുമ്പോൾ അവരെ നയിക്കുന്ന മറ്റു ചില പ്രത്യയ ശാസ്ത്രങ്ങള്, മറ്റു ചില സാഹചര്യങ്ങൾ അവരുടെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചു പോയാൽ ആർക്കാണ് കുറ്റം പറയാൻ കഴിയുക? അത്തരത്തിലുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ജോർജ് പറഞ്ഞതുപോലെ അതിന്റെ പിന്നമ്പുറങ്ങളിൽ ആരാണ്, ഇത്ര ശക്തമായിട്ട് നിലകൊള്ളുന്ന ഇവരുടെ പിന്നിൽ ആരാണ്? ഈ അടുത്ത ദിവസം പറയുണ്ടായി, ഞങ്ങള് ഇനി നേരിട്ടുള്ള സന്ധിക്കില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നു. ഒരു സഭയുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സെക്യുലർ ലോകത്തിന്റെ രീതിയിൽ ചിന്തിക്കവരെ ചെയ്യുന്ന വൈദികരെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അതിശയം തോന്നും. ഇവര് എന്ത് അധികാരത്താലാണ്, ആരിൽ നിന്നുള്ള അധികാരത്താലാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇവര് മുമ്പോട്ട് പോകുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്? എവിടെ നിന്നാണ് ഇതിന് പിൻബലം എന്ന് സംശയിച്ചു പോകും. അത് സ്വാഭാവികമാണല്ലോ. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. നമ്മൾ മറ്റൊരു ആസ്പെക്ട് കൂടി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്ത നാൾ മുതൽ സഭയുടെ എനർജിയുടെ ഒരു ഭൂരിഭാഗവും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം വളരെ രമ്യമായി തന്നെ പരിഹരിക്കപ്പെടണം. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള അനവധി വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സഭയിൽ ഈ ഒരു പ്രശ്നം മാത്രമാണ്, ഈ ഒരു പ്രതിസന്ധി മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വിഷയം പരിഹരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നിരവധി സിനഡുകൾ സംഘടിപ്പിക്കപ്പെട്ടു. അഭിമന്യ പിതാക്കന്മാർ നിരവധി ചർച്ചകൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സഭയുടെ ശ്രദ്ധ ഈ ഒരു പ്രതിസന്ധിയിൽ മാത്രം കെട്ടിയിടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. അത്തരത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യം സഭയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയല്ലേ സമ്മാനിക്കുന്നത്? അത്തരത്തിൽ നാം നോക്കുമ്പോൾ ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടരുത്, ഇങ്ങനെ അനന്തമായി നീണ്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിന്താഗതിയെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഈ നമ്മുടെ എത്രയോ പോസിറ്റീവ് എനർജിയും എത്രയോ വിലപ്പെട്ട സമയവുമാണ് ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സഭയ്ക്ക് ഔദ്യോഗികമായി നഷ്ടപ്പെടുന്നത്. ഇതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എത്രയോ വലിയ കാര്യങ്ങൾ സഭാതനിയർക്ക്, സഭാ നേതൃത്വത്തിന് ഈ സമയത്ത് ചെയ്യാനുണ്ട്. അവിടെ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത ക്രിസ്തുവിന്റെ ആ ഒരു വലിയ വിളിയോടുള്ള അവിശ്വസ്തതയാണ് ഒരു വശം. രണ്ടാമത്തത്, നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെ നിലകൊള്ളാനുള്ള, സമൂഹത്തിന്റെ മനസാക്ഷിയായി നിലകൊള്ളാനുള്ള സഭയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് പലപ്പോഴും സഭയ്ക്ക് വിലക്ക് കൽപ്പിക്കപ്പെടുന്നത്. സഭയെ ഇകഴ്ത്തി കാണിക്കാനും, സഭാ നേതൃത്വത്തെ ഇകഴ്ത്തി കാണിക്കാനും, സഭയുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് കാണിക്കാനും, പൗരോഹിത്യം മോശമാണെന്ന് കാണിക്കാനും, വിശുദ്ധ കുർബാന ഒന്നുമല്ല എന്ന് കാണിക്കാനും, അങ്ങനെ നമ്മുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ പോലും വളരെ പരിഹാസ്യമാക്കി തീർത്തുകൊണ്ട് നമ്മുടെ പോസിറ്റീവ് എനർജിയെ തടഞ്ഞു നിർത്തി നമ്മൾ ചെയ്യേണ്ടുന്ന വൻ കാര്യങ്ങൾ, രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ലഭ്യമാക്കേണ്ട കാര്യങ്ങൾ തടയിടുന്നതിൽ ഈ ഒരു പ്രശ്നം നമുക്ക് എന്നും ഒരു തലവേദനയായി തന്നെ നിലകൊള്ളുകയാണ്. എത്രയോ വർഷങ്ങളാണ് അതിന്റെ പേരിൽ, എത്രയോ മനുഷ്യ ശക്തിയാണ്, എത്രയോ ധനമാണ് ഇതിന്റെ പേരിൽ വ്യയം ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഇവരെല്ലാവരും അത്തരത്തിൽ ഈ ഒരു വിഷയം കാണുമ്പോൾ എന്നുള്ളത് നമ്മളെ ഒത്തിരി ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പരിഹാരം കാണുക എന്നുള്ളതും തുടർന്ന് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതും സഭയിലെ നിഷ്പക്ഷമതികളായ
സഭയിലെ യഥാർത്ഥ വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നതാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് സഭ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും രാജ്യനിർമ്മാണത്തിലേക്കും സമൂഹ നിർമ്മിതിയിലേക്കും ഒക്കെ ഇറങ്ങിത്തിരിക്കേണ്ട സമയമാണ് എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതിൽ നൊമ്പരപ്പെടുന്നവരാണ് ഈ വലിയ സമൂഹം. ഈ പറയുന്ന ഒരു രൂപതയിലെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ 34 രൂപതകളിലെയും ഈ രൂപതയിൽ തന്നെ ഒരു വിഭാഗവും ഇതിൽ ദുഃഖിക്കുന്നവരാണ്. ഈ വ്യയം ചെയ്യുന്ന ഈ സമയം, ഈ ആരോഗ്യം, ഈ ധനം, ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട മേഖലകളിലേക്ക് തിരിച്ചുവിടാതെ ഇത്തരത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ ചില താല്പര്യങ്ങളും ചില നിക്ഷിപ്ത താല്പര്യക്കാരും അതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അതിനുള്ള ഉപകരണങ്ങളായി നിലകൊള്ളുവാൻ മായ നേതൃത്വത്തിൽ ചില ആളുകളുണ്ട്, ഈ പറയുന്ന പൗരോഹിത്യത്തിൽ ചില ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഒരു മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിച്ച് ഈ വിഷയം ശാശ്വതമായി തീർത്ത് ഈ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരായി, സഭയുടെ സിനഡിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരായി, നമ്മുടെ വിശ്വാസ സത്യങ്ങളെ അനുകൂലിക്കുന്നവരായി ഇവർ മാറണം. ഒരു വിശ്വാസ സത്യവും ഒരു പുരോഹിതന് മാറ്റി എഴുതാൻ കഴിയില്ല. ഇവരുടെ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ ഒരുപക്ഷെ കൂതാശകള് 7 ഞങ്ങളുടെ രൂപതയിൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അങ്ങനെ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. സഭയുടെ പ്രബോധനാധികാരത്തെയും സഭയാണ് മാർപ്പാപ്പയുടെ തെറ്റാവരത്തെയും അനുസരിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവര് പറയുന്നതെല്ലാം സാധിക്കേണ്ട ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചിഴയ്ക്കുമ്പോൾ, ഇങ്ങനെയാണെങ്കിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന പോലെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പോകുമ്പോൾ അത് സഭയുടെ കെട്ടുറപ്പിനെയും നിഷ്പക്ഷമായ പ്രവർത്തനങ്ങളെയും വിശ്വാസ മേഖലയിൽ സഭയ്ക്കുള്ള ആധികാരികതയും ചോദ്യം ചെയ്യുന്നതായി മാറുന്നതുകൊണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഒരു പരിഹാരം ഇതിനകത്തുണ്ടാകുകയും അതുവഴി നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിലേക്ക് തിരിയാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിനുള്ളത് യാതൊരു സംശയവുമില്ല. തീർച്ചയായും അത് വളരെ വ്യക്തമാണ്. 2025 സീറോ മലബാർ സഭയിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കാഹള ധ്വനി മുഴങ്ങുന്ന ഒരു വർഷമായി മാറട്ടെ. പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾ രമ്യമായി പരിഹരിക്കുവാൻ സഭ നേതൃത്വത്തിന് സാധിക്കട്ടെ. ഒപ്പം തന്നെ സഭ എടുത്തിരിക്കുന്ന ഔദ്യോഗിക തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കുവാനുള്ള നല്ല മനസ്സ് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വിഷയത്തിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയ ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ അങ്ങേക്ക് നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.